രാവിലെ തന്നെ ഒരു തെളിച്ചം കണ്ട് ഇങ്ങനെ പുറത്തിറങ്ങിയത്. ഇപ്പോഴത്തെയും പോലെ നമ്മൾ ഇറങ്ങിയ കണ്ടപ്പോൾ തുടങ്ങി മഴ കണ്ടപ്പോൾ ബൈക്ക് കണ്ട കാർ എടുത്ത് പോകാൻ നമ്മൾ നേരെ പോകുന്ന അടിവാരത്തേക്കാണ്. എന്നാലും മഴ അങ്ങനെ ഈ വാർഡും പഞ്ചായത്തൊക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പെയ്യും. അങ്ങനെ അടിവാരത്തേക്കും പൊരിഞ്ഞ മഴ. എന്തായാലും ഞാനിങ്ങനെ കയറി പോകുന്നത് നമ്മളെ സ്വന്തം ഷോപ്പായ ടെക്കി സ്റ്റോറിലേക്കാണ്. ഇന്നിപ്പോ ഷോപ്പിൽ സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു കളി നടക്കൂല, ഫുൾ ഡ്യൂട്ടി നമുക്കാണ്. അങ്ങനെ ഷോപ്പ് ഓപ്പൺ ആക്കി ലൈറ്റ് ഒക്കെ ഇട്ടതിന്റെ ക്ഷീണം തീർക്കാൻ 2 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ആടിരുന്ന്. പിന്നെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ബ്രഷ് ഒക്കെ എടുത്ത് നേരെ പോയി അടിച്ചു വാരി ഷോപ്പൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി വെച്ച്. അങ്ങനെ എന്ന് വന്ന ഫസ്റ്റ് കസ്റ്റമർക്ക് നമ്മൾ സാധനം സെറ്റാക്കി കൊടുത്തു. കസ്റ്റമർക്ക് സാധനം കൊടുക്കുന്നതിനേക്കാളും വലിയ പണിയാണ് ഇത് എടുത്തതൊക്കെ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വെക്കാൻ. പിന്നെയുള്ള നമ്മളെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇന്നലെ വന്ന ഓൺലൈൻ ഓർഡറുകളൊക്കെ കൊറിയർ ചെയ്യാൻ വേണ്ടി പാക്ക് ചെയ്ത് വെക്കലാണ്. എന്നിട്ട് കൊറിയറിന് വണ്ടി പോകുന്നതിന് മുമ്പ് കൊറിയർ ഓഫീസിൽ സാധനം എത്തിക്കണം. അങ്ങനെ ഏകദേശം കൊറിയറിന് സമയമായപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നേരെ DTDCന്റെ ഓഫീസിലേക്ക് പോയി. അങ്ങനെ ഓടിപ്പിടിച്ച് ആടെ എത്തിയപ്പോഴത്തേക്കൊണ്ട് ഓഫീസ് പൂട്ടി കിടക്കുന്നത്. സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫ് അവിടെ പോയി അയക്കാനുള്ള സാധനം അതിന്റെ പൈസയും കൊടുത്ത് നേരെ തിരിച്ച് ഷോപ്പിലേക്ക് പോയി. പിന്നെ ഷോപ്പിലെത്തിയാൽ കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടി. അങ്ങനെ വെറുതെ തോണ്ടിയല്ല, ഷോപ്പിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഓർഡറുകളൊക്കെ വരുന്നത്. അതിനുള്ള റീപ്ലൈ സമയം രാത്രിയായിട്ടും മയക്കൊരു മാറ്റമില്ല, ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട്. ഷോപ്പ് അടയ്ക്കാൻ നേരം വന്ന കസ്റ്റമർ എടുത്തിട്ട് അതിന്റെ ബാക്കിയാണ് ഈ കാണുന്നത്. ഇതൊരു നല്ല ശീലം അല്ലെങ്കിലും കൂടി സമയം 9:30 ആയതുകൊണ്ട് ഇതൊന്നും എടുത്തേക്കാണ് ഞാൻ നേരെ പെറുക്കുക. ഇതൊക്കെ ഇനി നാളെ അങ്ങനെ എടുത്തേക്കാം.